പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ പറയുമ്പോഴോ ഭൂമിയുടെ ഗോളാകൃതി വ്യക്തമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമർ, അതിൽ 5-ാമത്തെ വചനം എടുത്ത് പരിശോധിച്ച് നോക്കുക. യുക്കബ്ബിറു ലൈല അലൻ നഹാരി വയുക്കബ്ബിറു നഹാറ അലൽ ലൈലി. എന്താ ഇവിടെ പറയുന്നത്? രാത്രിയെ പകലിന്മേൽ ചുറ്റിക്കുന്നു, പകലിനെ രാത്രിയിന്മേൽ ചുറ്റിക്കുന്നു. എന്താണ് ഈ ചുറ്റിക്കൽ? അറബി ഭാഷയെ അറിയുന്നവർക്കറിയാം, യുക്കവ്വിറു എന്ന് പറഞ്ഞാൽ ഒരു ഗോളം മറ്റൊരു ഗോളത്തെ ചുറ്റുന്നതിനെ കുറിച്ച് മാത്രമേ പറയൂ. കവ്വറ യുക്കവ്വിറു എന്ന ധാതു കുറത്ത് എന്ന അറബി ധാതുവിൽ നിന്നുണ്ട്. കുറത്ത് എന്ന് അറബി 1-ാം ക്ലാസ് പഠിച്ച ആളുകൾക്കറിയാം. പന്തിനാണ് കുറത്ത് എന്ന് പറയാം. ഒരു ഗോളത്തെ മറ്റൊരു ഗോളം ചുറ്റുന്നതിനാണ് യുക്കവ്വിറു എന്ന് പറയുക. രാപ്പകലുകളുടെ മാറ്റം, ഗോളങ്ങളുടെ ചലനം മൂലപാട് എന്ന് വ്യക്തമായി ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞു റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ. ഖുർആനിലെ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിലെ 17-ാമത്തെ വചനം. 2 ഉദയസ്ഥാനങ്ങളുടെയും 2 അസ്തമയ സ്ഥാനങ്ങളുടെയും നാഥൻ. ഭൂമിയുടെ 2 ഹെമിസ്ഫിയറുകൾ എടുത്താൽ 2 ഉദയസ്ഥാനങ്ങളും 2 അസ്തമയ സ്ഥാനങ്ങളും അടയാളപ്പെടുത്താൻ സാധിക്കുമെന്ന് ഭൂമിശാസ്ത്രത്തിന്റെ ബേസിക് അറിയുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്. വിശദീകരിക്കണമെങ്കിൽ ബോർഡെല്ലാം വേണം വരച്ചു വിശദീകരിക്കണം. അപ്പൊ ഇങ്ങനെ ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച്, ഭൂമിക്ക് പുറത്ത് നിന്നുകൊണ്ടുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, എന്ത് ഭൂമി ഉരുണ്ടതല്ല എന്ന് പറയാതിരുന്നതാണ് പരിശുദ്ധ ഖുർആന്റെ ദൈവികത എന്നാണ് ഞാനിപ്പോൾ പറയുക. അത്ഭുതകരമല്ല അവസ്ഥ?